ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ നമുക്ക് തന്നു. നമ്മൾ ഇന്ന് എപ്പിസോഡ് 7 പോവുകയാണ്. ദൈവം നമ്മൾ നേരത്തെ പഠിച്ചു പാപം എവിടുന്ന് തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞു. ആദം രണ്ട് രീതിയിലുള്ള പാപം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് മനസ്സിൽ കൽപ്പിച്ച് അല്ലെങ്കിൽ സങ്കല്പിച്ച് അല്ലെങ്കിൽ അറിഞ്ഞ് മനഃപൂർവ്വമായി ചെയ്ത പാവം, അതാണ് ഒന്ന്. രണ്ടാമത്തെ പാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അത് ഔട്ട്വേർഡ്. നമുക്ക് രണ്ട് തരത്തിലെ പാവങ്ങളുണ്ട്. ഒന്ന് ഔട്ട്വേർഡ് പാവമുണ്ട്, അതേപോലെ ഇൻവേർഡ് പാവമുണ്ട്. ഇൻവേർഡ് പാവം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വരുന്ന ജലസി അല്ലെങ്കിൽ എന്തോന്ന് പറഞ്ഞ പിന്നെ കുശുമ്പ്, പിന്നെ ദുഷ്ടത, അല്ലെങ്കിൽ വെറുപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പക, അല്ലെങ്കിൽ അനുസരണക്കേട്, അതെല്ലാം മനസ്സിൽ നിന്ന് വരുന്നേ. അതായത് നമ്മൾ നിശ്ചയിച്ച് ആദ്യം ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കുക. അതായത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയാതെ നമ്മൾ റോഡിൽ കൂടെ പോവുകയാണ്, നമ്മൾ സിഗ്നൽ നമ്മൾ അതും തെറ്റാണ്. സിഗ്നൽ ഓണായി റെഡായി കിടക്കുകയാണ്, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, ആ സ്പീഡിലേ അങ്ങ് പോയി ആ സിഗ്നൽ റെഡ് ആവുമെന്ന് അറിയാതെ ചെന്ന് അത് സിഗ്നലിൻ്റെ അത് കഴിയുമ്പോഴാണ് റെഡ് ആവുന്നത്. അന്നേരം അത് മനഃപൂർവ്വമായിട്ടല്ല അന്നേരം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ട് രീതിയിലുണ്ട്. അന്നേരം ഒന്ന് മനസ്സിൽ നമ്മൾ നിശ്ചയിച്ച് ഈ സിഗ്നൽ ഞാൻ ക്രോസ് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുക. പക്ഷേ നമുക്ക് അവിടെ യെല്ലോ ലൈറ്റ് കാണിക്കുമ്പോൾ നമുക്ക് നിർത്തേണ്ട ചുമതലയുണ്ട്. അതാണ് ഇവിടുത്തെ ഈ ലോകത്തിലെ റൂള്. അന്നേരം നമ്മൾ യെല്ലോ ലൈറ്റ് കാണുമ്പോൾ അത് കഴിഞ്ഞിട്ടും പിന്നെ ഓടിക്കുകയാണെങ്കിൽ അത് മനഃപൂർവ്വമായിട്ട് ചെയ്ത പാവമാണ്. അതാണ് മനഃപൂർവ്വമായിട്ട്. കാരണം നീ ചെയ്ത് അല്ലെങ്കിൽ റെഡ് സിഗ്നൽ കൂടെ നീ ക്രോസ് ചെയ്ത് പോവുക, വരുന്ന ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് ചെയ്യുക, അതാണ് മനഃപൂർവ്വമായിട്ടുള്ള ചെയ്യുന്ന പാവം. മറ്റേത് നമ്മൾ അറിയാതെ ചെയ്യാതെ കാണണമെങ്കിൽ നമ്മൾ ഒരു കല്ലെടുത്തെറിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു, അത് നമ്മൾ അറിഞ്ഞ ഒരു കിളിയായിരിക്കും, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. ആ കല്ല് പോയി ആ മനുഷ്യൻ്റെ തലയിൽ കൊണ്ട്. അവനോട് പകയില്ല, അവനോട് ദേഷ്യമില്ല, അവനോട് ക്രോധമില്ല, ഒന്നുമില്ല. പക്ഷേ അവൻ അറിയാതെ ചെയ്യാതെ, അതായത് ഒന്ന് അറിയാതെ ചെയ്ത്, അതാണ് നമ്മൾ പിന്നെ പാപത്തെ പറ്റി പഠിക്കുമ്പോൾ അവസാന രണ്ട് ബലികളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് പാവബലി, ഒന്ന് അതിക്രമ ബലി. പാവബലി എന്ന് പറഞ്ഞാൽ അറിയാതെ ചെയ്യാതെ പാപം. അതിക്രമ ബലി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത്. ഒരിടത്ത് എഴുതിയ ട്രെസ്പാസേഴ്സ് ആർ പ്രോസിക്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കും. എന്നിട്ടും നമ്മൾ അകത്ത് കിടക്കുക എന്നുണ്ടെങ്കിൽ അതെന്തോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാവം. ഇങ്ങനെ രണ്ട് പാവമുണ്ട്. ഇവിടെ നമ്മൾ ആദമിൽ രണ്ട് പാവവും നമ്മൾ കാണുന്നുണ്ട്. എന്ത് രണ്ട് പാവം? ഒന്ന് അവൻ മനസ്സോട് തീരുമാനിച്ച പാവം, രണ്ട് അവൻ ദൈവത്തിൻ്റെ കൽപ്പന അറിഞ്ഞുകൊണ്ട് ചെയ്ത പാവം. ഈ രണ്ട് പാവവും അവിടെ കാണുന്നുണ്ട്. അന്നേരം നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദം തൻ്റെ ഭാര്യ പഴം ഭക്ഷിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ എന്താണ് ചെയ്യേണ്ടത്? അവളെ വഴക്ക് പറഞ്ഞ് അവളെ ശാസിച്ച് അല്ലെങ്കിൽ അത് ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ രമ്യപ്പെടുത്തുന്നതിന് പകരം ചെയ്തെന്നറിയാമോ? അവളോട് കൂടെ ശരി, എന്തായാലും അവളെ ദൈവം അവൾ ചാവുകയെന്നുണ്ടെങ്കിൽ ഞാനും ചാവാൻ വേണ്ടി റെഡിയാണ്, അല്ലെങ്കിൽ ഞാനും അവളോടുകൂടെ മരിക്കാൻ റെഡിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ആദം ആ ആപ്പിൾ കഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദംസ് ആപ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തൊണ്ടയിൽ ആണുങ്ങളുടെ കഴുത്തിൽ ഒരു മുഴയുണ്ട്, അത് ആദംസ് ആപ്പിളാണ്. അന്നേരം നമ്മൾ കണ്ടു പാവത്തെ പറ്റി. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കി ദൈവത്തെ പോലെ ഉണ്ടാക്കിയ നമ്മൾ എന്ത് ചെയ്തു? അതിക്രമിച്ച് നമ്മൾ പാപം ചെയ്തു. കാരണം ദൈവം നമുക്കെല്ലാം തന്നായിരുന്നു. നമുക്ക് തരാത്ത ഒരു കാര്യവും ഇല്ലായിരുന്നു. ഏതെങ്കിലും കാര്യം നമുക്കുണ്ടായിരുന്നു? അത് മാത്രമല്ല, അത് എന്തുകൊണ്ട് പറ്റി? എന്തുകൊണ്ട് ഹൗവ ചെയ്ത പാവം എന്തുമായിരുന്നു? അവക്ക് അറിവില്ലായ്മയിൽ ചെയ്ത പാവമാണ്. അറിവില്ലായ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് വചനത്തിനെ പറ്റി പൂർണ്ണഗ്രാഹ്യമില്ല. അതുകൊണ്ടാണ് അവളോട് പിശാച് ചോദിക്കുമ്പോൾ അവൾ എന്താണ് പറയുന്നത് അറിയാമോ?
ആ പിശാച് ചോദിച്ചു, നിങ്ങളോട് എന്ത് ഈ ഫലം കഴിക്കരുതെന്തെങ്കിലും പറഞ്ഞു. ഏത് ഫലം? ഞാൻ പറഞ്ഞു, ഈ ഒരു ഫലമുണ്ട്, ഈ ഫലം അത് കഴിക്കുക അല്ല, അതിൻ്റെ അടുത്ത് പോവുകയോ തൊടുകയോ ചെയ്യരുത്. ദൈവം എന്ന് പറഞ്ഞാൽ നീ കഴിക്കുന്ന നാളിൽ നീ മരിക്കും. അന്നേരം ഒരു വിധത്തിൽ പറഞ്ഞാൽ ജ്ഞാനമില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനം നമുക്ക് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പാപം ചെയ്തു. അന്നേരം പാപം ചെയ്യാൻ കാരണം എന്താണ്? സാത്താൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അന്നേരം സാത്താൻ അവിടെ പറഞ്ഞത്, നീ എന്തുകൊണ്ട് ദൈവം ഈ പഴം കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെ ആയിട്ട് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനം നിനക്കും കിട്ടിയിരിക്കും. ഓൾറെഡി ഒരു സർവ്വജ്ഞാനം ഉള്ള ഒരാൾക്ക് പിന്നെ സർവ്വജ്ഞാനത്തിൻ്റെ ആവശ്യം എന്താ? ഒരു രാജ്യം ഭരിക്കുക. ആ രാജാവിനോട് പറയാ, നീ ഇന്ന ജീവിതം നീ രാജാവായിട്ട് ചെയ്യും. അവൻ ഓൾറെഡി രാജാവാണ്. രാജാവായ ഒരാൾക്ക് പിന്നെ അതിലും വലിയ രാജ്യം വല്ലതും ഉണ്ടോ? അവൻ ഒരു രാജാവാണ്. അവന് രാജ്യമുണ്ട്, രാജ്യം ഭരിക്കുന്നുണ്ട്. അന്നേരം ഒരാൾ ഒന്ന് പറയുകയാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്തേ നീ വലിയ രാജാവാകും. വലിയ രാജാവ് എന്തുവാ? രാജാവ് തന്നെ. അതേപോലെ നമുക്ക് ഇവിടെ സാത്താനെ കബളിപ്പിച്ച്, അതുകൊണ്ടാണ് ഔവ്വ തന്നെ പറഞ്ഞു, എന്നെ സാത്താൻ കബളിപ്പിച്ചു എന്ന് പറയുന്നു. നമ്മൾ പുതിയ നിയമത്തിലും പറയുന്നുണ്ട്, പാപം ചെയ്തത് ആരാണ്? ഹൗവയാണ് പാപം ചെയ്തത്. ഹൗവ പാപം ചെയ്തെന്ന് പറഞ്ഞാൽ അവൾ കബളിപ്പിച്ച കാരണം വചനം പഠിക്കേണ്ട ചുമതല ആരുടെയാണ്? നമ്മുടെയാണ്. അങ്ങനെ നിന്റെ ഭർത്താവ്, നമ്മൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് പഠിക്കുന്നത് അറിയാമോ? ഈ ഭർത്താക്കന്മാരെ യെരുശലേമിൽ പോയി അവിടെ യാഗം കഴിക്കുകയും അതേപോലെ അവരുടെ 7 ദിവസങ്ങളുണ്ട് അവരുടെ എന്താ പറയുന്നത് ഫെസ്റ്റിവൽ. ആ സമയത്ത് പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല. അന്നേരം അവർ വന്നു കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയിട്ട് എന്താ പറയും? അവരുടെ കുടുംബത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കും, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കും. അന്നേരം ഒരു ഭർത്താവ് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ കുറ്റമാരെയാണ്? ഭർത്താവിനെയാണ്. ആദം അത് പറഞ്ഞ് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഹൗവയ്ക്കറിയാം ഈ പഴം കഴിക്കരുതെന്ന്? ഞാൻ അത് സർവ്വജ്ഞാനമാണ്. ദൈവം അവൾക്ക് ജ്ഞാനം കൊടുത്തു. പക്ഷെ ആ ജ്ഞാനം ശരിയായ രീതിയിൽ അവൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. നമ്മൾ പാപം അതുകൊണ്ട് ഉണ്ടായ ഫലം എന്തുണ്ടായി? ദൈവം നമുക്ക് അവിടെ ശാപം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദമിനും ശാപം കൊടുത്തു, ഹൗവയ്ക്കും ശാപം കൊടുത്തു. ആദം മൂലം നമ്മൾ ഈ ലോകത്തിൽ പാപം വരികയും കാരണം അവനാണ് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. അവൻ ഇതെല്ലാം അറിയാമായിട്ടും ചെയ്ത കാര്യമാണ്. അവൻ ചെറിയ ചെയ്തുകൊണ്ട് അവൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ഉള്ള ഒരു മാറ്റൽ, ദൈവത്തോട് നിന്നുള്ള വേർപാട്, അല്ലെങ്കിൽ ദൈവത്തോട് ഒരു കൂട്ടായ്മയില്ലായ്മയാകുക. അതാണല്ലോ സംഭവിച്ചത്. നമ്മൾ 3 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്ത് പറ്റി? ദൈവം അവനെ കാണുവാൻ ചെല്ലുമ്പോൾ, അവനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഒളിച്ചിരിക്കുക. എന്നിട്ട് എന്തോ അവനെ പറയുന്നത് എന്തുവാ? ഞാൻ നഗ്നനാണ്. എന്തുകൊണ്ട് നഗ്നനായി? നീ ആ പഴം കഴിച്ചോ? അന്നേരം പഴം കഴിച്ചോ എന്ന് ചോദിച്ചതിന് അവന് ഉത്തരം എന്ത് പറഞ്ഞു? കഴിച്ചോ ഇല്ലയോ, യെസ് ഓർ നോ പറയാനുള്ള വേറെ എന്തോ ചെയ്യുന്നറിയാമോ? എക്സ്പ്ലനേഷൻ, എക്സ്ക്യൂസസ്. രണ്ടുപേരെ കുറ്റപ്പെടുത്തുക. രണ്ടുപേരെ ദൈവമേ നീ ഇവളെ ഉണ്ടാക്കി എനിക്ക് തന്നതുകൊണ്ടാണ് അവളാണ് പാപം ചെയ്യിപ്പിച്ചത്. അന്നേരം ദൈവത്തെ കുറ്റപ്പെടുത്തി, അവൾ എനിക്ക് തന്നു, രണ്ടുപേരെയും കുറ്റപ്പെടുത്തി. അതായത് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് ചെയ്യാം? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചില്ല. അതേപോലെ നമ്മൾ പാപം ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞ പോലാണോ നിങ്ങൾ ചെയ്യുന്നേ ഇല്ലയെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ ദൈവം നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മൂർത്തി പൂജ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ദൈവത്തെ നിങ്ങൾ നമസ്കരിക്കരുത്, അല്ലെങ്കിൽ ഞാനല്ലാതെ നിങ്ങൾക്കൊരു വേറൊരു ദൈവമില്ല, ഞാൻ മാത്രമാണ് ദൈവം, ഞാൻ മാത്രമാണ് നിങ്ങളുടെ പിതാവ്, നിങ്ങൾ പിതാവ് എന്ന് നീ ആരെയും വിളിക്കരുത്, പിതാവ് ഞാനാണ് പിതാവ്, അതുകൊണ്ട് പിതാവ് ആരാണ്? ഞാൻ. അന്നേരം എന്നെ അല്ലാതെ നിങ്ങൾ പിതാവ് എന്ന് പോലും വിളിക്കരുത്.
ഞാൻ ഈ അച്ഛനും കുട്ടികളെ പറ്റിയല്ല പറഞ്ഞ, മുതിർന്നതിനെ പറ്റി ഞാൻ പറയുകയാണ്. എന്നാലും പിതാവ് തന്നെയാണ്. എന്നാൽ പിതാവ് എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചവൻ ദൈവം നിങ്ങളെ ജനിപ്പിച്ചതാരാണ്? പിതാവായ ദൈവം പറയുകയാണ്, ഞാനല്ലാതെ വേറൊരു പിതാവുമില്ല, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, എന്നെ അല്ലാതെ നിങ്ങൾ ഈ ലോകത്തിൽ വേറെ ആരെയും നിങ്ങൾ നമസ്കരിക്കരുത്. ആരെയും നമസ്കരിക്കുക പറഞ്ഞാൽ അതായത് ആകാശത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലുള്ളതോ നരകത്തിലുള്ളതോ അഗാധകോപത്തിലുള്ളതോ ഒന്നിനെയും നിങ്ങൾ നമസ്കരിക്കാൻ ഒരു രൂപത്തെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളൊരു രൂപത്തെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കാൻ പാടില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ഒരു ജീവിക്കോ അല്ലെങ്കിൽ ഒരു ജന്തുവിനോ അല്ലെങ്കിൽ ഒരു മൃഗത്തിനോ നിങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യനോ നീ കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ദൈവത്തോട് മറുതലിച്ച്, ദൈവത്തെ നിങ്ങൾ അവമാനിച്ച്, ദൈവത്തിന് കൊടുക്കാനുള്ള റെസ്പെക്റ്റ് കൊടുക്കാതെ, ദൈവത്തിന് നൽകേണ്ട ബഹുമാനം കൊടുക്കാതെ നിങ്ങൾ എന്തു ചെയ്യുകയാണ്? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് അതുകൊണ്ട് എന്തു പറ്റി? ആദം മരിച്ചോ? ആദം മരിച്ച് നമ്മൾ വേദോസ്തലത്തിൽ വായിക്കുന്നു, അവൻ 900 വയസ്സ് വരെ ജീവിച്ചു. അവൻ അതിന് മരിച്ചില്ലല്ലോ. മരണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്ന മരണം സെപ്പറേഷൻ, നമ്മളോട് വേർപാട്, ദൈവത്തോടുള്ള ആ സംബന്ധം അവിടെ നിലച്ചു. പിന്നെ ആദമിന് ദൈവത്തോട് യാതൊരു ബന്ധവും ഉണ്ടായില്ല. അതുതന്നെയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ സ്വീകരിച്ചില്ല എങ്കിൽ നമുക്ക് എന്തു പറ്റും? ദൈവത്തോടുള്ള സംബന്ധം നമ്മൾ പൂർണ്ണമായിട്ട് നശിക്കും. ദൈവത്തോടുള്ള സംബന്ധം പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് എന്തോ കിട്ടുന്നില്ല? അവന് ഒരു മേഴ്സി അല്ലെങ്കിൽ അവർക്ക് ദയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അല്ല കൃപയോ ഒന്നും കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തോടുള്ള സംബന്ധം അവൻ മുറിച്ചു കളഞ്ഞു. പ്രിയ സഹോദരന്മാരെ അല്ലെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവം നിങ്ങളെ വിളിച്ചു എങ്കിൽ ദൈവത്തോടുള്ള സംബന്ധം നിങ്ങൾക്കുണ്ടോ? ദൈവത്തെ നിങ്ങൾ ശരിയായ രീതിയിലാണോ ആരാധിക്കുന്നത്? ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? അവൻ നിങ്ങളുടെ അപ്പനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? അവനാണ് നിങ്ങൾ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? അവനാണ് നിങ്ങളെ ഈ ലോകത്തിൽ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? അല്ലെ അവനാണ് ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ നിന്നെ സൃഷ്ടിച്ചപ്പോൾ നിനക്ക് ആവശ്യമുള്ള എല്ലാം ദൈവം തന്നു. ഇതുവരെയും ഒരു വിലയും കൊടുക്കാതെ നമുക്ക് തന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ദൈവം നമുക്ക് വീണ്ടെടുപ്പും തന്നപ്പോൾ ഒരു വിലയും കൊടുക്കാതെ വില കൊടുത്തു. ദൈവം കൊടുത്തു. എന്തെങ്ങനെ കൊടുത്തു? തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ മരിപ്പാൻ തക്കോണം വിലയായി കൊടുത്തു. എന്നാൽ നമ്മൾ എന്തിലും പൈസ കൊടുത്തു? വില കൊടുത്ത ആരാണ്? പിതാവായ ദൈവം തൻ്റെ പുത്രനെ കൊടുത്തു. എന്നാൽ നമുക്ക് ഒരു വിലയില്ല. നമുക്ക് ഈ ഓക്സിജൻ കിട്ടുന്നു, നിങ്ങൾ വില കൊടുത്താൽ വാങ്ങിക്കുന്ന വെള്ളം കിട്ടുന്നു, അത് വില കൊടുത്താൽ വില കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട്. പക്ഷെ വെള്ളം നമുക്ക് ധാരാളമായിട്ട് സമുദ്രം മുഴുവൻ നിറഞ്ഞു കിടക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫലങ്ങൾ, ഏത് തരത്തിലുള്ള വൃക്ഷങ്ങളോ അതെല്ലാം നിങ്ങൾ വില കൊടുത്ത് മേടിക്കുന്ന. ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ പല ഫലങ്ങൾ ഞങ്ങളുടെ തോട്ടത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ മറ്റുള്ള ഇടങ്ങളിലുണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ ഫലങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ അവരൊന്നും കഴിക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കട്ടൽ അവരോട് ചോദിച്ചാൽ അവർ തന്നെ തരും. അന്നേരം നമുക്ക് എല്ലാം വിലയില്ലാതെ തന്നു കഴിഞ്ഞിട്ട് ആ ദൈവത്തെ നമ്മൾ മാനിക്കാതെ, ആ ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട്, നമ്മൾ ദൈവത്തോട് പാപം ചെയ്തുകൊണ്ട്, ദൈവത്തോട് അതിക്രമം കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നരകമല്ലാതെ വേറെ എന്താണ് കിട്ടുന്നത്? നിങ്ങൾക്ക് ഏത് സ്ഥലത്തേക്കാണ് പോകാൻ പറ്റുന്നത്? നിങ്ങൾക്ക് നരകം മാത്രമേ ഉള്ളൂ. ദൈവം സാത്താൻ വേണ്ടി നരകത്തിലേക്ക് നിങ്ങൾ തള്ളിയിടും. തള്ളിയിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൃപയില്ല. കാരണം അവിടെ പിതാവും മക്കളും എന്നുള്ള റിലേഷൻ അവിടെ ഇല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജീവാന്ത്യം വരെ, അന്ത്യമേ ഇല്ല, ജീവം മുഴുവനും നമ്മൾ ആ സ്ത്രീയിൽ കടക്കേണ്ടി വരും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞാൽ അടുത്ത നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി ചിന്തിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.